ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രത്യേകിച്ച് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മഴക്കാലത്തുണ്ടാകുന്ന ഈച്ച ശല്യം ഒഴിവാക്കാം എന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിനായി ഞാനിത് ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പൊടിയുപ്പിനേക്കാളും കല്ലുപ്പ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കല്ലുപ്പിലോട്ട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണിന് ഒരു ഗ്ലാസ് വെള്ളം എന്ന നിലയിലാണ് കേട്ടോ. അതായത് ഇനി 2 ഗ്ലാസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആ ലെവലിലായിരിക്കും വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട വെള്ളം എന്ന് പറയുന്നത് നോർമൽ വാട്ടർ അല്ല, നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചൂടിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണേ, എങ്കിലേ ഇത് പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനും നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു ഫലം ഉണ്ടല്ലോ, അത് കിട്ടാനും വേണ്ടിയിട്ടാണ് ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ചിലർ ഉപ്പുവെള്ളം കളിക്കാറുണ്ട് ഈ ചടി വെള്ളത്ത്, പക്ഷെ കുറച്ചും കൂടി എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പുവെള്ളത്തിൽ തന്നെ ചൂടുവെള്ളത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ കണ്ട പെട്ടെന്ന് അത് നന്നായി അലിഞ്ഞ് കിട്ടുന്നുണ്ട്. ഈ ഒരു പാത്രം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാം, പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അരിഞ്ഞ് ഇതായിരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നന്നായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ചൂടാകും, കടുപ്പല്ല, ചൂടും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഈ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തൊരു വിഷമിക്കേണ്ട, നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മൂടിയിൽ കുറച്ച് ഓട്ട അതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചൂടാക്കി കത്തി കൊണ്ട് 2 വര അരിഞ്ഞെടുത്താൽ തന്നെ മതി. ഇനി ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതാണിത്, ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് ഒരു ടേബിൾ സ്പൂണാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാണ് ഈച്ചയുടെ ശല്യം അമിതമായിട്ടുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൽ തന്നെ ആയിരിക്കും കൂടുതലും, കാരണം ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അവിടെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അവിടെ തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കിച്ചണിൻ്റെ ക്യാബിനറ്റിലൊക്കെ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഈ വോളിൽ, ഈ ജോയിൻറ്റുകളിലൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരു തുണിയൊക്കെ വെച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ചിലപ്പോൾ വീട് കിടക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഒന്ന് നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ ഈച്ചക വന്നിരിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായി ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ വൃത്തിയുമാവും, കൂടാതെ നമുക്ക് ആ ഒരു ശല്യം തന്നെ നമുക്ക് മാറിക്കിട്ടും.